I am the boss. I am the boss. I am the boss. I am the boss. ചിത്രേ ചിത്രേ ഹലോ ഇത്രയ്ക്ക് ആലോചിക്കാൻ എന്താടി? അതോ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ഇടുവാണോ? മിണ്ടാതിരിക്കും മായേച്ചി. ഞാൻ നമ്മുടെ ഭർത്താക്കന്മാരുടെ കാര്യം ആലോചിക്കായിരുന്നു. പാവം ഗോകുലും ബാലും ആ സിമന്റ് ഗോഡൌണിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? DK കൊടുത്ത പണിഷ്മെന്റ് അല്ലേ? സത്യത്തിൽ ആ പണിഷ്മെന്റ് നമുക്ക് കൂടി കിട്ടേണ്ടതല്ലേ? നമ്മളും കൂടി ചെയ്ത തെറ്റിന് അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. അതൊന്നും സാരല്ലടി. 2 ദിവസം കഴിയുമ്പോ DK അവരവിടുന്ന് മാറ്റും. മക്കളുടെ വേദനയൊന്നും കാണാൻ DKക്ക് പറ്റില്ല. അപ്പോ DK താര ശരിക്കും പഠിച്ചു. പക്ഷേ ഈ പണിഷ്മെന്റ് എല്ലാ തവണത്തെയും പോലെ നിസ്സാരമല്ല. DKയുടെ മനസ്സിലയാൻ കുറച്ച് സമയമെടുക്കും. ഇതിനെല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയ. എന്നിട്ട് അവള് സിനിമയുടെ ഓഡിഷന് പോയിരിക്കുന്നു. അവളിപ്പോ അഭിനയിച്ച് തകർക്കായിരിക്കും. അവള് മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ആലോചനയില്ലാതെ എടുത്തു ചാടിയത് നിങ്ങളല്ലേ? അവൾക്ക് ജാതകത്തിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുക. അവൾ അഭിനയിക്കട്ടെ, അഭിനയിച്ച് തകർത്തിട്ട് വരട്ടെ. വേഗം വാങ്ങോട്ട്. ഒന്ന് പതുക്കെ നടക്കുവോ? ഹിറ്റ്ലർ നിക്ക. വേഗം വാങ്ങോട്ട്. വരുമല്ലേ? വേഗം വാ. ഇവിടെ പാമ്പുണ്ടാവോ? ഉണ്ടെങ്കിലും നിന്റെ അത്രയും വിഷം ഉണ്ടാവില്ല. ഹിറ്റ്ലർ പ്ലീസ് ഒന്നിങ്ങ് വരുമോ? ഒന്ന് വാ പെട്ടെന്ന്. ഈ മുള്ളൊന്ന് ഇളക്കി താ പ്ലീസ്. ഇവിടെ കൊണ്ട് വാ. നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം. ഇതെല്ലാം നിങ്ങൾ കാരണം സംഭവിച്ചേ. രാവിലെ എന്നെ വഴിയിൽ ഇറക്കി വിടാതെ ഓഡീഷൻ സ്ഥലത്ത് കൊണ്ടുവിട്ടിരുന്നെങ്കിലേ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. വല്ല ഗുണ്ടകളെ മെക്കിട്ട് കയറാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് നീങ്ങ. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു കിടക്കും? വഴിയും തിട്ടൂല. ഗൂഗിൾ മാപ്പ് നോക്കി പോവാന്ന് വെച്ചാ മൊബൈൽ സ്വിച്ച് ഓഫ് ആയല്ലോ. വാ ഇങ്ങോട്ട്. അല്ല അതെ, അപ്പൊ വഴി അറിയാതെയാണോ എന്നെ കയ്യും പിടിച്ച് ഓടിയത്? പിന്നെ എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിലല്ലേ വഴി നോക്കുന്നത്. മര്യാദ കാണുന്നില്ലെങ്കിൽ നിന്നെ വല്ല കാട്ടുമൃഗത്തിനും പിടിച്ചു കൊടുക്കും. അതിനേക്കാളും വലിയ കാണ്ടാമൃഗത്തിലൂടെ ആണല്ലോ നടക്കുന്നത്. നീ എന്താ പറഞ്ഞേ? അല്ല, നിങ്ങളെ കണ്ട ഏത് കാണ്ടാമൃഗവും പേടിച്ചോടുമെന്ന് പറയായിരുന്നു.
ഒന്നിനെയും പേടിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഇത് ആനയുള്ള കാടാണല്ലേ? ആന മാത്രമല്ല, വേറെ എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്ന് ആർക്കറിയാം. നടക്കിങ്ങോട്ട്. എന്റെ പൊന്നി ഹിറ്റ്ലറെ, എങ്ങനെയെങ്കിലും പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാനാ? ആരോടും ചോദിക്കാന്ന് വെച്ചാലും നടക്കില്ല. നിന്റെ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഇത് തന്നെ എന്റെ ഗതി. ഇഡിയറ്റ്. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാ? മിണ്ടാ നടക്ക്. ഹിറ്റ്ലറെ, ഞാനും കൂടെ. അതെ, എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഒന്ന് പതുക്കെ നടക്ക്. എനിക്ക് നടക്കാൻ വയ്യ. അതെ ഹിറ്റ്ലറെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നിങ്ങൾ എന്താന്നും മിണ്ടാത്തെ? എന്നാ പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് പറയട്ടെ. പിന്നെ ഈ കാട്ടിലോ? കളിയാക്കല്ലേ ഹിറ്റ്ലറെ, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. ഹിറ്റ്ലറെ നോക്കിയേ, എലിഫന്റിന്റെ ചാണകം. ഇത് ആനത്താരയാണെന്ന് തോന്നുന്നു. എന്താന്ന്? ഇടിപ്പോത്തെ ആന വെള്ളം കുടിക്കാൻ പോകുന്ന വഴിയത്. എന്റെ ദൈവമേ, ചുമ്മാതല്ല ചിഹ്നം വിളി കേട്ടത്. അടുത്തെവിടെയോ ആനയുണ്ട്. അയ്യോ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ ഹിറ്റ്ലറെ. അയ്യോ, നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നു. നമ്മള് കാടിന് ഒരുപാട് ഉള്ളില്ല. ഒരുപാട് മൃഗങ്ങളുള്ള കാടേത്. എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം. വാ. എങ്ങോട്ടാ? ഞാനും വരണോ? ഹിറ്റ്ലർ, ഹിറ്റ്ലർ നിക്ക. എങ്ങനെ ചാടുന്ന? വാ ഇങ്ങോട്ട്. എനിക്ക് വയ്യ ഹിറ്റ്ലറെ, എനിക്ക് ദാഹിച്ചിട്ട് വേഗം ഞാനിപ്പോ ചാവും. എവിടെന്നെങ്കിലും ഇച്ചിരി വെള്ളം കൊണ്ടുതാ. ഈ കാടിനകത്ത് ഞാൻ എവിടെ പോയി വെള്ളം കൊണ്ടുവരാനാ? ഇവിടെ അരുവിക്കൊള്ളോ എന്തേലും ഉണ്ടോ എന്ന് പോയി നോക്ക്. ഞാനിപ്പോ ചത്തുപോയി ഹിറ്റ്ലറെ, സത്യമായിട്ടും. വെള്ളം കുടിക്കാതെ ചത്തുപോയി എന്റെ ആത്മാവിന് ഗതി കിട്ടത്തില്ല. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. ഞാനോ? എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കാം. ഒറ്റയ്ക്കിരിക്കാനോ? അല്ല, വല്ല പെരുമ്പാമ്പിനെയോ മൂർഖനെ വിളിച്ച് നിനക്ക് കൂട്ടിനെടുത്ത്. അതാവുമ്പോ നിനക്ക് ചേരും. ഇനി മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കണം. ശബ്ദം ഉണ്ടാക്കരുത്. വെള്ളം കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, ഞാൻ പറഞ്ഞോ? അതെ, പോയിട്ട് പെട്ടെന്ന് വരണേ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം.
എടി ബേക്കറിക്കാരി, ബേക്കറിക്കാരി, ഏയ് ബേക്കറിക്കാരി. ഓ, എടി ബേക്കറിക്കാരി. ഇവിടുന്ന് എവിടെ പോയി? വല്ല ആനയോ പുലിയോ പിടിച്ചോണ്ട് പോയോ? ബേക്കറിക്കാരി, എടി ജ്യോതി, നീ എവിടെയാ? പാട്ടി വന്നപ്പോ നീ നിന്റെ തനി സ്വഭാവം കാണിച്ചോ? ഇറങ്ങടി താഴെ. ഒരു കൊള്ളക്കാരൻ. കൊള്ളക്കാരനോ? എവിടെ? നീ എങ്ങനെയായിരുന്നു മോളിൽ കയറി? അത് അയാളെ കണ്ടപ്പോ ഞാൻ പേടിച്ച് കയറിയതാ. ഒന്ന് താഴെ ഇറക്കി തരൂ ഹിറ്റ്ലറെ. അവിടെ നിന്ന് എടുത്തെങ്കിൽ ചാടിയാ മതി. ഞാൻ പേടിച്ചിരിക്കുവോ ഹിറ്റ്ലറെ? എന്നാ പിന്നെ അവിടെ തന്നെ ഇരുന്നോ. അങ്ങനെ പറയല്ലേ. നീ വലിയ ഫെമിനിസ്റ്റ് അല്ലേ? നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്നല്ലേ പറയുന്നത്. കേറിയ പോലെ ഇങ്ങനെ ഇറങ്ങിയാ മതി. എന്തൊരു ദുഷ്ടനാ നിങ്ങള്. ഭർത്താവാണ് പോലും ഒരു ഭർത്താവ്. നിങ്ങക്ക് മനസാക്ഷി ഉണ്ടോ? ഇല്ല. എന്തൊരു ദുഷ്ടനാടോ നിങ്ങള്. അതെ, ഞാൻ ദുഷ്ടനാ. എനിക്ക് ദാഹിക്കുന്നു ഹിറ്റ്ലറെ. എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. ഓ, കാല് പിടിക്കാവുന്നോ? ഉറപ്പാണോ? ആ, ഉറപ്പ്. ഉറപ്പായിട്ടും പിടിക്കും. താഴെ ഇറങ്ങുമ്പോ കാല് മാറരുത്. ഇല്ലാന്ന്. എന്നെ പിടിക്കോ? നീ ഇറങ്ങ്. ഓ, ഇതിപ്പോ എങ്ങനെ ഇറങ്ങാ? വാ, എന്റെ കൈ പിടിച്ചോ. പിടിക്കുമല്ലോ അല്ലേ? എന്നെ താഴെ ഇടില്ലല്ലോ? ഇല്ല, ഞാൻ പിടിച്ചോളാം. ചാടിക്കോ. ആ കൈയും കൂടെ തരൂ. പിടിക്കണേ. ചാടിങ്ങോട്ട്. ചാടണോ? ശരി, ഞാൻ ചാടുവാണേ. 1 2 3. വാനര ജന്മം തന്നെയാണെന്ന് നീ തെളിയിച്ചു. മരം കേറി. ഹലോ, ഞാൻ മാത്രല്ല, നമ്മുടെ പൂർവികരെല്ലാം വാനരന്മാര് തന്നെയാ. ദാഹിച്ചിട്ട് വയ്യ. എവിടെ വെള്ളം? ഇതാ ഇരിക്കുന്ന കണ്ടില്ലേ? വേണമെങ്കിൽ എടുത്ത് കുടിക്കേ. താങ്ക്സ്. ഒന്ന് അനങ്ങി നടക്കിങ്ങോട്ട്. വരുമല്ലേ? അല്ല, എങ്ങോട്ടാ? കേറി നടക്ക്. ഇതിലോ? പറഞ്ഞ സമയം കളയാതെ കേറാൻ നോക്ക്. ഒന്ന് പിടിക്കേ. പിടിക്കുന്നു. ഇപ്പോഴാ ശ്വാസം നേരെ വീണ. അല്ല, ആരെ നീ കണ്ടെന്ന് പറഞ്ഞു? ഒരു കൊമ്പം മീശക്കാരൻ. എന്റെ അമ്മോ, ആനവേട്ടക്കാരനെന്നാ തോന്നുന്നേ. നമുക്ക് വേഗം പോവാ. അയാളെ കണ്ട പുറത്തേക്കുള്ള വഴി ചോദിക്കായിരുന്നു. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. എന്താ? ഇത്രയും സുന്ദരിയായി എന്നെ കണ്ട അയാൾ നിങ്ങളെ കൊന്ന് എന്നെ റാഞ്ചിക്കൊണ്ട് പോയാലോ? അതിന് തട്ടിക്കൊണ്ടു പോകുന്നതിനാ? നിന്നെ ഞാൻ അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? അതോടെ എന്റെ ശല്യം തീർന്നു കിട്ടുമല്ലോ. ഓ, എന്റെ മഹാഭാവി, എന്തൊരു ദുഷ്ടനാണോ നിങ്ങള്. സ്വന്തം ഭാര്യ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ശരി, ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. അയാളുടെ കയ്യിൽ എന്തെങ്കിലും കാട്ടുകോഴിയെ വെടിവെച്ചതോ വെടിയിറച്ചിയോ വല്ലതും ഉണ്ടെങ്കിൽ പകരം അത് വാങ്ങാം.
നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. അല്ലാതെ നിന്നെ കൊടുത്ത ആനക്കൊമ്പൊന്നും കിട്ടില്ലല്ലോ. അതിനൊക്കെ വലിയ വിലയല്ലേ. നടക്കോട്. അപ്പൊ എനിക്കൊരു കാക്കയുടെ വില പോലും ഇല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നല്ലേ? പിന്നല്ലാതെ. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോ നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും. നടക്കങ്ങോട്ട്. അതെ, നീ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. എന്ത് വാക്ക്? എന്റെ കാല് പിടിക്കാവുന്നു. അയ്യടാ, ആഗ്രഹം ചില്ലറയൊന്നും അല്ലല്ലോ. ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. സ്വിച്ച് ഓഫ്. ഇത്രയും ടൈമായിട്ട് ഓഡീഷൻ കഴിഞ്ഞില്ലേ? വൈ ഫോൺ സ്വിച്ച് ഓഫ്? ഫോൺ ഇത്ര നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ. ഫൂൾ. നീ വരട്ടെ, കൊടുക്കുന്നുണ്ട് 2 എണ്ണം. വാക്കളുടെ വിഷമിക്കുന്ന നമുക്ക് അറിയില്ലേ? ഇനി പോയ വഴിക്ക് ഹിറ്റ്ലറും മിസ്സസ് ഹിറ്റ്ലറും കൂടെ ചകടയായോ? മൈ ലിറ്റിൽ കണ്ണാ, അവളെ കാത്തോളണേ. എന്താ ഒറ്റയ്ക്ക് നിന്ന് വർത്തമാനം പറയുന്നത്? നോ വർത്തമാനം. ടെൻഷനാണ് ബേട്ടി. ടെൻഷനോ? എന്തിന്? ജ്യോതിമോൾ ഇതുവരെ റിട്ടേൺ ടിക്കറ്റ് ആയിട്ടില്ല. ഞാൻ കോൾ ചെയ്തപ്പോഴൊക്കെ ഫോണിലെ പെണ്ണുമ്പിള്ളി സ്വിച്ച് ഓഫ് പറഞ്ഞോണ്ടിരിക്കുക. ഇവളെന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അമ്മയുടെ മരുമകളുടെ സ്വഭാവമല്ലേ. അപ്പൊ ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. അമ്മ വിഷമിക്കണ്ട. ഏത് കൊടുങ്കാട്ടി കൊണ്ട് കളഞ്ഞാലും അവൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരും. കാട്ടിലെ മൃഗങ്ങൾ പോലും അവളെ ഒന്നും ചെയ്യില്ല. നാശം. ഏതെങ്കിലും വഴിക്കങ്ങ് പോയാ മതിയായിരുന്നു. ഓഡീഷനൊക്കെ എന്തായി കാണോ ആവോ? അമ്മയുടെ മരുമോള് കാരണം ആ സിനിമാക്കാര് തമ്മിലടിച്ച് പിരിയാതിരുന്നാ മതിയായിരുന്നു. മായ, നോ ബാഡ് കമന്റ്സ്. എന്റെ മരുമകളെ കുറിച്ച് അനാവശ്യം പറയരുത്. അല്ല, വീട്ടിലുള്ളവരെയൊക്കെ തമ്മിലടിപ്പിക്കുന്നതാണല്ലോ അവളുടെ ശീലം. ആ നിലയ്ക്ക് നോക്കി മതി അധിക പ്രസംഗം. മനുഷ്യരോട് ആദ്യം പിടിച്ച് നിൽക്കുമ്പോ അതിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കരുത്. നിന്റെ ഈ സ്വഭാവം നോട്ട് ഗുഡ് മായ. യു കോൾ DK. എന്നിട്ടേ രാവിലെ അവളെ എവിടെയാ കൊണ്ടുപോയി വിട്ടോന്ന് ചോദിക്കേ. ഫാസ്റ്റ്. എന്തൊരു സ്നേഹം. മരുമകളെ പറഞ്ഞപ്പോ അമ്മായിയമ്മയ്ക്ക് കൊണ്ടു. അത്രയ്ക്കല്ലേ അമ്മായിയമ്മയെ സോപ്പിട്ട് വെച്ചിരിക്കുന്നത്. അമ്മേ, DKയുടെ ഫോണും സ്വിച്ച് ഓഫാ. അയ്യോ, ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ വിചാരിച്ച തന്നെ രാവിലെ പോയ വഴിക്ക് 2 കൂടെ ഫൈറ്റും കൂടി അവൻ അവളെ വല്ല മാർക്കറ്റിൽ ഇറങ്ങി വിട്ടിട്ടുണ്ടാവും. ചുവർ ഗുരുവായൂരപ്പ, എന്റെ ഡോക്ടറെ നീ കാത്തോളണേ. മയെ, നീ ഓഫീസിൽ വിളിച്ചേ DKയോടൊന്ന് വിളിച്ചു ചോദിക്ക. എന്റെ നമ്പരില്ല, ഒന്ന് വിളിച്ച് ചോദിക്കണേ. ഓ, ഈ അമ്മ സമ്മതിക്കത്തില്ല. ഹലോ, അമ്മേ, DK ഇന്ന് ഓഫീസിൽ ചെന്നിട്ടില്ലെന്ന്. ചെന്നിട്ടില്ലേ? ഓ മൈ ഗോഡ്. ഇനി ഞാൻ എന്റെ ജ്യോതിമോളെ എവിടെ കണ്ടുപിടിക്കുക എന്റെ ഭഗവാനെ?
റെസ്റ്റോറന്റിൽ ചെന്നിട്ടില്ല. അർജന്റ് ആണെന്ന് പറഞ്ഞ മീറ്റിംഗിന് DK പോയിട്ടില്ല. രണ്ടുപേരുടെയും ഫോണും സ്വിച്ച് ഓഫ്. ഈശ്വര, അവള് DKയെ മയക്കിയോ? രണ്ടുപേരും കൂടെ എവിടെ പോയി? ദൈവമേ, ഉള്ള സമാധാനം പോയല്ലോ. വിശന്നിട്ട് വയ്യ. ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. ഒന്ന് വേഗം വാ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കണോന്ന്. എന്തിനു ദുഷ്ടാ നിങ്ങള്? നിക്ക് 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 നിക്ക്. കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നോ? എനിക്ക് വിശക്കണോന്ന്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഇത് 5 സ്റ്റാർ ഹോട്ടലല്ല, ഓടും കാണാം. എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ ശ്രമിക്കുമ്പോഴാ അവളുടെ ഒരു തീറ്റ പ്രാന്ത്. മര്യാദ കിടക്കാൻ നോക്കും. ഇതാ കൊള്ളക്കാരൻ. ആരാ നിങ്ങള്? ഞങ്ങള് ഒരു അബദ്ധത്തിൽ ഈ കാട്ടിൽ വന്ന് പെട്ടതാ. അബദ്ധത്തിലാ. പുറത്തേക്കുള്ള വഴിയറിയാതെ വിഷമിച്ചിരിക്കുക. അല്ല, നിങ്ങളാരാ? പേടിക്കണ്ട, ഞാൻ ഫോറസ്റ്റ് ഗാർഡാ. ഈ കാടിന് വെളിയിലെത്താൻ ഇനി എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഇനി ഈ കാടിന് പുറത്തെത്താൻ 10 കിലോമീറ്റർ നടക്കണോ? അതെ, സന്ധ്യ ആവാൻ തുടങ്ങി. ഇപ്പൊ കാടിറങ്ങാൻ പറ്റില്ല. രാത്രിയിൽ വഴിയിൽ ആനക്കൂട്ടങ്ങളുണ്ടാവും. പിന്നെന്ത് ചെയ്യും? എനിക്ക് വിശക്കണോ? കാടിനുള്ളിൽ ഞങ്ങൾ ഫോറസ്റ്റുകാർക്ക് താമസിക്കാനുള്ള ഒരു ഏറുമാടമുണ്ട്. രാത്രി അവിടെ തങ്ങിയിട്ട് രാവിലെ ഞാൻ പുറത്തെത്തിക്കാം. അപ്പോ ഇന്ന് കാടിറങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പാണോ? അതെ, ഇപ്പൊ തന്നെ ഇരുട്ട് വീണു തുടങ്ങി. വേഗം ഏറുമാടത്തിലെത്തണം, ഇല്ലെങ്കിൽ അപകടാ. എനിക്ക് വിശക്കണോ? സാരമില്ല, കഴിക്കാനുള്ളതൊക്കെ ഞാൻ എത്തിക്കാം. വരൂ.